പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമുക്ക് കിതാബുൽ ഫിഖ്ഹിലെ മൂന്നാമത്തെ പാഠം ഏതാണ്? അൻ-നജാസത്തു വ തത്ഹീറുഹാ. നജസും അവയുടെ ശുദ്ധീകരണവും. നമുക്ക് എന്തൊക്കെ നജസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മുഹഫഫ്, മുഅല്ലൽ, മുത്തവസ്സിത്ത്, ഇങ്ങനെ നജസുകൾ 3 വിധമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പാഠഭാഗത്തില് നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. ആദ്യത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. നജസ് എത്ര വിധം? നജസ് 3 വിധം. നമുക്ക് ഉത്തരം എഴുതാം. നജസ് 3 വിധം. മുഅല്ലൽ ആയ നജസ് ഏതാകുന്നു? മുഅല്ലലായ നജസുകൾ നമുക്ക് എഴുതാം. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. ഇതാണ് മുഅല്ലലായ നജസ്. മൂന്നാമത്തെ ചോദ്യം, മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ എന്തു ചെയ്യണം? നമ്മൾ പാഠത്തിൽ ഓരോരോ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം നജസിന്റെ തടി നീക്കുക. നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകുക. അങ്ങനെയാണ് മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കേണ്ടത്. അടുത്ത 4ാമത്തെ ചോദ്യം, മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകാമോ? നജസായ വസ്തു 2 കുല്ലത്തിനേക്കാൾ കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. അപ്പൊ അവിടെ എന്ത് എഴുതി കൊടുക്കാം നമുക്ക്? മലിനമായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ച് കഴുകണം. അടുത്ത ഇനി വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കണം. എന്താണ്? മുഅല്ലലായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കാൻ ഡേഷ് തവണ കഴുകണം. മുഅല്ലലായ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അപ്പോൾ നമുക്ക് 7 എന്ന് എഴുതി കൊടുക്കാം. അടുത്തതോ, മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ ഡേഷ് നീങ്ങാം. എന്തൊക്കെയാണ്? നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അവിടെ 3 ഡേഷ് തന്നിട്ടുണ്ട്. അവിടെ നിറം, മണം, രുചി അത് നീങ്ങണം. അടുത്ത വർക്ക് നമുക്ക് വരുന്നത് എന്താണ്? താഴെയുള്ള കോളത്തില് ശരിയും തെറ്റും അടയാളപ്പെടുത്തി കൊടുക്കണം. അവിടെ എന്താണ് വന്നത്? വസ്തു 2 വയസ്സാവാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അത് മുഹഫഫാണ്. മുഹഫഫാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. നമ്മൾ പാഠത്തിന്റെ ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ട്. 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഹഫഫാണ്. അപ്പൊ അത് ശരിയാണ്. മുഹഫഫ് ശരിയിട്ട് കൊടുക്കാം. ഇനി അടുത്തതാ, നായയുടെ രോമം. നായയുടെ രോമം മുഅല്ലലാണ് എന്നാണ് ഇവിടെ. മുഅല്ലൽ ആണോ? മുഅല്ലൽ. നായ, പന്നി എന്നിവ മുഅല്ലലാണ്. അപ്പൊ അവര് രോമവും മുഅല്ലലാണ്. അപ്പൊ നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. ഇനിയോ, ലഹരി ദ്രാവകങ്ങൾ. ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്സിത്ത്. മുത്തവസ്സിത്താണോ ലഹരി ദ്രാവകങ്ങൾ? അതെ, ലഹരി ദ്രാവകങ്ങൾ മുത്തവസ്സിത്താണ്. അപ്പൊ അത് നമുക്കവിടെ ശരി അടയാളപ്പെടുത്താം. ഇനി അടുത്തത്, ചത്ത കോഴിയുടെ തോല്. അത് മുഅല്ലൽ എന്നാണ് അവിടെ. അപ്പൊ അത് തെറ്റാണ്. അത് മുത്തവസ്സിത്തായ നജസാണ്. മുത്തവസ്സിത്ത്. മുത്തവസ്സിത്തായ നജസ് അതായത് നമ്മൾ പറഞ്ഞത് തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവനുള്ളപ്പോൾ വേർപിരിഞ്ഞ രോമം. എന്നാൽ തിന്നപ്പെടുന്ന ജീവി അത് ചത്താലും അത് നജസാണ്. തിന്നപ്പെടുന്ന ജീവി അത് ചത്താല് അതിന്റെ തോലും ആ ജീവിയും നജസാണ്. അപ്പൊ അതുകൊണ്ട് അത് മുത്തവസ്സിത്താണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവിടെ എഴുതാം. അടുത്ത ഇനി നമുക്കൊരു വർക്കാണ്. ചാർട്ട് നിർമ്മിക്കാനാണ്. കുട്ടികളെ 3 ഗ്രൂപ്പാക്കിയിട്ട് ഓരോ ഗ്രൂപ്പും ഓരോ തരത്തിലുള്ള നജസുകൾക്കുള്ള ഉദാഹരണങ്ങൾ, അത് ശുദ്ധീകരണ രീതികളും ഒരു ചാർട്ടിൽ രേഖപ്പെടുത്താനാണ്. അതായത് ഓരോന്നിന്റെയും ഓരോ ഉദാഹരണവും അത് ശുദ്ധീകരിക്കുന്നതും ഞാനിവിടെ പറയാം. അപ്പോ മുഹഫഫാണ് 1ാമത്തെ നജസ്. അത് 2 വയസ്സ് പൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി വീടിന്റെ തറയില് മൂത്രമൊഴിച്ചു. അത് വറ്റിപ്പോയിട്ടുണ്ട്, ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് എങ്ങനെയാണ്? അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച് അത് നീക്കണം. എന്നിട്ടാണ് ആ നജസ് വൃത്തിയാക്കേണ്ടത്. 2ാമത്തെ നജസ് മുഅല്ലൽ. ഒരു നായ ചെരുപ്പ് കടിച്ചു കൊണ്ടുപോയി. അപ്പോൾ
നായ കൊണ്ട് നജസായി, ആ നജസായ ചെരുപ്പ് എന്താണ് 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. നായ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അത് 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അടുത്ത മൂന്നാമത്തത് മുത്തവസ്സിത്ത്. ഒരു വസ്ത്രത്തിൽ അല്പം രക്തമായി, ആദ്യം ആ നജസിനെ തടി നീക്കണം. രക്തത്തിന്റെ നിറം, മണം, രുചി ഇതൊക്കെ നീങ്ങുന്നത് വരെ അത് കഴുകണം. പരമാവധി ശ്രമിച്ചിട്ടും അതിലേതെങ്കിലും ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ അത് വിരോധമില്ല. അപ്പൊ അത് നിറവും മണവും ഒന്നിച്ചു പോകുന്നില്ലെങ്കിൽ അത് ശുദ്ധിയാകുന്നതല്ല. ഒരു വസ്ത്രത്തിന്റെ ഭാഗം മുറിച്ചു കളഞ്ഞല്ലാതെ ആ ഒരു നജസ് നീങ്ങുന്നില്ല, നീങ്ങിപ്പോകില്ല എന്ന് സാഹചര്യം വരികയാണെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കൊക്കെ നിങ്ങളെ പാഠത്തിന്റെ ഓരോ പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ട് അവിടെ നന്നായി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ പാഠത്തില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്തണം. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.